ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് കൂടിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് മുമ്പേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ വൈകാതെ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ഞാനിവിടെ ഒരു സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം പ്യൂറായിട്ടുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നെയ്യൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നെക്സ്റ്റ് ചേർക്കുന്ന മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴമാണ്. 3 മീഡിയം സൈസ് ആയിട്ടുള്ള പഴം ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ കട്ട് ചെയ്തിട്ടുള്ള പഴം കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ ഈ നെയ്യിൽ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് വഴറ്റിയിട്ടെടുക്കുകയാണ്. ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് കുഴഞ്ഞ് കിട്ടുന്നവരെ നമ്മൾ ഒന്ന് വഴറ്റിയിട്ട് എടുക്കുകയാണ്. ഇനി അടുത്ത് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഈ ഒരു സമയം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പിൽ കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന പഴം അത്യാവശ്യം നല്ല പഴുത്തിട്ടുള്ള പഴമാകുമ്പം നമുക്ക് അതിനനുസരിച്ചിട്ട് പഞ്ചസാര കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് പഞ്ചസാര കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. നമ്മൾ ആ ചേർത്തിട്ടുള്ള പഞ്ചസാരക്ക് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് റവ ചേർത്ത് കൊടുക്കണം. ഈ റവ കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ പഴവും എല്ലാം കൂടെ നന്നായിട്ട് നമ്മൾ യോജിപ്പിച്ചിട്ടെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള റവയും എല്ലാം കൂടെ പഴത്തിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങ ചിരകിയതാണ്. ഞാനിവിടെ ഒരു 1 കപ്പിൻ്റെ അടുത്ത് തേങ്ങ ചിരകിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. തേങ്ങ കൂടെ ചേർത്ത് കഴിയുമ്പോൾ കുറച്ച് നെയ്യിൻ്റെ കുറവ് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഞാൻ വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ തേങ്ങ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ആ നെയ്യിൽ മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒരു 1 ടീസ്പൂൺ അടുത്ത് ഏലക്ക പൊടിച്ചതാണ്. അതുകൊണ്ട് ചേർക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയിട്ട് വരുമ്പം. അപ്പോൾ അതേ ഒരു 1 ടീസ്പൂണോളം ഏലക്ക പൊടിച്ച് ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് റൈസിൻസ്, അതുപോലെ തന്നെ കാഷ്യൂനട്ട്, കാഷ്യൂനട്ടും ബദാമും ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കുക. കുറച്ച് റൈസിൻസും കൂടെ ചേർത്ത് കഴിയുമ്പം കുറച്ചുകൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും. നമുക്കിതിങ്ങനെ കഴിക്കുന്ന സമയത്ത് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അത്യാവശ്യം ചെറുതായിട്ടൊന്ന് ചൂട് പോകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഫില്ലിങ് ചെറുതായിട്ടൊന്ന് ചൂടൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് കയ്യിൽ പിടിക്കാൻ പാകത്തിനുള്ള ചൂട് മാത്രമേ ഉള്ളൂ. ഈ ഒരു സമയം നമ്മളിതിൽ നിന്ന് കുറച്ച് പോർഷൻ എടുത്തിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉരുളകളാക്കിയിട്ട് എടുക്കുകയാണ്. ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള ഉരുളകളാക്കിയിട്ട് വേണം നമ്മളിത് എടുക്കാൻ. ഇതേ രീതിയിൽ നമ്മളിപ്പോൾ റെഡിയാക്കിയിട്ടുള്ള കംപ്ലീറ്റ് മിക്സ് വെച്ചിട്ടും ഇതുപോലെ ബോൾസുകളാക്കിയിട്ട് എടുക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഈ റെഡിയാക്കി എടുത്തിട്ടുള്ള ഈ ഒരു ബനാന സ്വീറ്റ് ബോൾ നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഓൾറെഡി ഞാനിവിടെ കുറച്ച് ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കുകയാണ്. ചെറിയ ചൂടുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കോട്ടായിട്ട് കിട്ടും. ഇതേ രീതിയിൽ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള കംപ്ലീറ്റ് സ്വീറ്റ് ബോൾസും ഇതുപോലെ ഒന്ന് ബ്രെഡിൽ കോട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടിയിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ണിയപ്പച്ചട്ടി ഇതേ ഞാൻ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വളരെ കുറച്ച് നെയ്യ് മാത്രം നമ്മൾ എല്ലാ കുഴിയിലും ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. വളരെ കുറച്ച് മതി, ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി ആ ഒരു ഭാഗത്തെല്ലാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഈ ഒരു ബനാന സ്വീറ്റ് ബോൾ, അതായത് നമ്മൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ബോൾ ഇതിലൊന്ന് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് വളരെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമ്മളൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇതേ രീതിയിൽ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള കംപ്ലീറ്റ് ബനാന സ്വീറ്റ് ബോൾസും ഇതേ രീതിയിലൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണത്. വളരെ എളുപ്പത്തിൽ നമ്മുടെ കയ്യിൽ കുറച്ച് പഴുത്ത നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ ആർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന സ്നാക്കാണ്. നിങ്ങൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്തിട്ട് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്